അപ്പോൾ നമുക്കിതാ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്വിച്ച് ഓഫ് ചെയ്യുക, പ്ലഗൊക്കെ ഊരിയിടണമെങ്കിൽ ഊരിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതാ ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു ട്രേ ആണ്. ഈ ട്രേ നമ്മൾ ഡിറ്റർജൻറ്റും അതുപോലെ തന്നെ ലിക്വിഡൊക്കെ ഒഴിക്കുന്ന ഈ ഒരു ട്രേ. ഇപ്പോൾ ഇതാ ഞാനിത് ക്ലീൻ ചെയ്യാമെന്ന് കരുതി വെച്ചതുകൊണ്ട് തന്നെ ഒരുപാട് മോശമായിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാനിത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ട്രേയും അതുപോലെ തന്നെ നമ്മൾ ലിൻറ്റ് ഫിൽറ്റർ ഉണ്ട്, അത് രണ്ടും ഞാൻ 2 ആഴ്ച കൂടുമ്പോഴേക്ക് എന്തായാലും ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് കരുതി ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ അങ്ങനെ നിന്നിട്ട് രണ്ടിലും നല്ലോണം അഴുക്കുണ്ട് കേട്ടോ. ഒരുപാട് അഴുക്കുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ നമുക്കൊരു പഴയ ടൂത്ത് ബ്രഷോ കാര്യമൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു ഏരിയയും അതുപോലെ തന്നെ നമ്മുടെ ടബിൻ്റെ സൈഡിലുള്ള ഈ ഒരു നൂക്സിലും ക്രൂക്സിലൊക്കെ ഒരുപാട് ചളി, അതുപോലെ തന്നെ ഡസ്റ്റ്, നമ്മൾ ഡിറ്റർജൻറ്റിൻ്റെ പൗഡർ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതുപോലെ ബ്രഷ് വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ശേഷം ഒരു 2-3 പ്രാവശ്യമായിട്ട് ആ ഒരു അഴുക്ക് കംപ്ലീറ്റ് പോകുന്നത് വരെ ഇതുപോലെ ഇങ്ങനെ നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കുക കേട്ടോ. ഇനി ഇതാ ലിൻറ്റ് ഫിൽറ്റർ പുറത്തെടുക്കാൻ പോകട്ടോ. അപ്പോൾ ലിൻറ്റ് ഫിൽറ്റർ എല്ലാ ടൈപ്പ് വാഷിംഗ് മെഷീനിലും ഉണ്ടാവും. സെമി ആയിക്കോട്ടെ, ഓട്ടോമാറ്റിക് ആയിട്ട് ഫ്രണ്ട് ആണെങ്കിലും അതുപോലെ തന്നെ ടോപ്പ് ലോഡ് ആണെങ്കിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ ചിലതിൽ ഇങ്ങനെ തുണി പോലെ ഉണ്ടാവുക, ചിലത് ഇതുപോലെ പ്ലാസ്റ്റിക് ആവും. അപ്പോൾ ഇതിനകത്ത് ഉണ്ടല്ലോ ഒരുപാട് അഴുക്കായിട്ടോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5 മാസമായി. അതുകൊണ്ട് തന്നെ അത്രയും അഴുക്കുണ്ട്. ഞാനിത് ഒരാഴ്ച കൂടുമ്പോൾ തന്നെ എന്തായാലും എടുത്ത് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ വാഷിംഗ് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് അതിലടിയുന്ന അഴുക്കിൻ്റെ ആ ഒരു അളവിലും മാറ്റം വരും. ഇനി അത് പൈപ്പ് തുറന്നിട്ട് അതിൻ്റെ താഴെ നമ്മൾ ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ആക്കിയില്ലെങ്കിലാണ് നമ്മൾ ഡ്രസ്സുകളൊക്കെ അലക്കാനിടുമ്പം അതിലൊക്കെ ഒരു പൊടി പോലെ തരി പോലെയൊക്കെ ബാക്കിയാവും, ക്ലീൻ ചെയ്തിട്ട് വൃത്തിയായില്ല എന്നൊക്കെ തോന്നുന്നത്. അത് ഈ ഒരു ലിൻറ്റ് ഫിൽറ്റർ ക്ലീൻ ചെയ്യാതിരിക്കുമ്പോഴാട്ടോ. ഇനി ആ ഫിൽറ്റർ വെച്ച ഏരിയൻ്റെ അവിടെയും കുറച്ച് അഴുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അതും ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു പാഡിലൊന്ന് അയച്ചു നോക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 1-2 വർഷം കൂടുമ്പോൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഇതാ 1 വർഷമായി ഈ ഒരു വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് അയച്ചു നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഇത് അയക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ഫ്ലാറ്റ് ഭാഗം എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു ടോപ്പ് ഉണ്ടാവും, അതിങ്ങനെ പൊന്തിച്ചെടുത്താൽ മതി. അപ്പോൾ പൊന്തിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു ചളി കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ലഡു പൊട്ടി എന്ന് പറയുന്നത് ശരിയാട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പം ഒരു സ്റ്റാറിൻ്റെ ആകൃതി പോലെ കാണുന്നുണ്ടെന്നല്ലാതെ എനിക്കതൊരു സ്ക്രൂ ആണെന്ന് തോന്നിയിട്ടില്ല. കാരണം അത്രയും അതിൻ്റെ മേലെ റെസിഡ്യൂ കിടന്നിട്ട് അവിടെ ഒരു സ്ക്രൂ ഉള്ളത് എനിക്ക് കണ്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു ഊഹം വെച്ചിട്ട് അങ്ങനെ അയച്ചു നോക്കിയതാണ്. അപ്പോൾ സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രൂ അയച്ചെടുത്താൽ നമുക്ക് അതിൻ്റെ അടിയിലുള്ള ആ ഒരു പാഡിൽ ഇങ്ങനെ പൊന്തിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ അലക്കി കഴിഞ്ഞ റെസിഡ്യൂസൊക്കെ ഇങ്ങനെ അടിഞ്ഞു കിടക്കും. അപ്പോൾ ഒരുപാട് കൊല്ലം കൂടുമ്പോൾ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിഞ്ഞുകൂടി ആ ഒരു പാഡിൽ തിരിയാൻ കഴിയാതായിട്ട് നമ്മളെ വാഷിംഗ് മെഷീൻ പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് ആവും കേട്ടോ. അങ്ങനെ ആ സ്ക്രൂ അയച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ടൈപ്പ് വാഷറോട് കൂടിയിട്ടാണ് സ്ക്രൂ വന്നിട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ കണ്ടില്ല റെസിഡ്യൂ. അപ്പോൾ ഇത് നമ്മൾ സോപ്പും പൊടി കൂടുതൽ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു റെസിഡ്യൂ കൂടുതൽ വരിക കേട്ടോ. ആ സ്ക്രൂ അഴിച്ചെടുത്താൽ പിന്നെ നമുക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്താൽ ആ ഒരു പാഡിൽ പൊങ്ങി വരും. അപ്പോൾ ഞാൻ അതിൻ്റെ മേലുള്ള റെസിഡ്യൂ കണ്ടിട്ട് ഇതിൻ്റെ അടിയിൽ മൊത്തം അഴുക്കാവും കേട്ടോ വിചാരിച്ചത്. അപ്പോൾ എന്തോ എൻ്റെ സർപ്രൈസ് എന്താണോ അതിൽ തീരെ ചളിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ലിക്വിഡ് കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്താണെന്ന് വെച്ചാൽ കാരണം സോപ്പും പൊടി കൂടുതൽ യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു റെസിഡ്യൂ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കൂടുതൽ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ തീരെ അഴുക്കില്ലാതെ കണ്ടതുകൊണ്ട് തന്നെ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വർഷമൊന്നും ചെയ്യേണ്ട, ഒരു 3 വർഷമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ അങ്ങനെ അയച്ചു നോക്കിയാൽ മതി എന്നാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ അതുവരേക്കും വാഷിംഗ് മെഷീനൊക്കെ ഇങ്ങനെ വർക്കിംഗ് കണ്ടീഷനിൽ ഉണ്ടാവുമായിരിക്കാം. അങ്ങനെ ആ പാഡിലൊക്കെ തിരിച്ച് അവിടെ തന്നെ വെച്ച് ആ സ്ക്രൂ ഇരുന്ന ഏരിയയിലുള്ള ചളിയൊക്കെ ഒന്ന് ഞാനിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്ക്രൂ ഒക്കെ തിരിച്ചിട്ട് ആ ഒരു ടോപ്പും അതിൻ്റെ മേലെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ അതിൽ വാഷിംഗ് മെഷീൻ്റെ അല്ലെങ്കിൽ മാറ്റിക് പൗഡേഴ്സ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് ഇതുകൊണ്ടായിരിക്കും കേട്ടോ. റെസിഡ്യൂ കുറവുള്ള പൗഡേഴ്സ് ആയിരിക്കും വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യാനുണ്ടാവുക. ഞാൻ ലിൻറ്റ് ഫിൽറ്ററും തിരിച്ചങ്ങോട്ടേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ദാ ഉൾഭാഗത്തുള്ള ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുറം ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം.
അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ പുറം ഭാഗം മൊത്തത്തിൽ ഞാൻ ഒന്ന് തുടച്ച് മിനുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീനുള്ള കവേഴ്സൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് പേഴ്സണലി അതിനോട് താല്പര്യമില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. കാരണം കവറിലിട്ട് കഴിയുമ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ട് മൈൻഡ് ചെയ്യൂല, കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഈ കവറിൻ്റെ ഇടയിൽ കിടന്നിട്ട് പൊടി പിടിച്ചിട്ട് വാഷിംഗ് മെഷീനിൽ കറ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ പൊടി കാണുമ്പോൾ അയ്യോ വാഷിംഗ് മെഷീൻ ഇങ്ങനെ പൊടി പിടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ ഒന്ന് ക്ലീൻ ആക്കി ഇടാൻ വേണ്ടി തോന്നും. പിന്നെ ബ്രഷ് കൊണ്ടും തുണി കൊണ്ടും എത്താത്ത ഏരിയയിൽ ഞാനിതുപോലെ ഇങ്ങനെ ഇയർബഡ്സ് യൂസ് ചെയ്തിട്ടും ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയായാലും കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ആ ഒരു വാട്ടർ ഇൻലെറ്റിൻ്റെ ഏരിയയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ഈ ഒരു ഇൻലെറ്റ് പൈപ്പ് ഊരിയെടുക്കാൻ. നമ്മൾ നേരത്തെ തറവാട്ടിൽ യൂസ് ചെയ്തത് ജസ്റ്റ് ഇങ്ങനെ മേലേക്ക് പുഷ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഊരിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനിതാ ആ ഒരു പൈപ്പ് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇൻലെറ്റിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഊരിക്കഴിഞ്ഞാൽ ഒരു ഫിൽറ്റർ ഉണ്ടാവും. അപ്പോൾ ആ ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു IFB എന്നുള്ള ഈ ഒരു മെഷീൻ്റെ മോഡലിന് അതുപോലെ തന്നെ ഈ ഫിൽറ്റർ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഫിൽറ്റർ നമുക്ക് കൈവച്ചിട്ടൊന്നും ഊരിയിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ ആ ഒരു ഇയർബഡ്സ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ തോണ്ടിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ തറവാട്ടിലുണ്ടായിരുന്ന മോഡലിന് ഈ ഒരു ഫിൽറ്ററിൻ്റെ ബാക്കിൽ ഒരു ഹോള് പോലെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഹോളിലൊരു പപ്പടക്കോല എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫിൽറ്റർ ഊരിപ്പോരും. അപ്പോൾ നമുക്ക് പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് ഇതാ ഈ ഒരു വയറും ഇതിൻ്റെ ബാക്ക് ഭാഗങ്ങളും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പൈപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം തിരിച്ചതുപോലെ തന്നെ ഒക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ വാഷിംഗ് ക്വാളിറ്റി നല്ലതല്ല, വാഷിംഗ് മെഷീനിൽ അലക്കിയിട്ട് നന്നാവുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വാഷിംഗ് മെഷീനായാലും ഇതുപോലെ ഇടയ്ക്ക് ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ കൊടുക്കണം. എന്നിരുന്നാൽ മാത്രമാണ് നമ്മളെല്ലാ മെഷീനും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ കുറേ കാലം വർക്ക് ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ. അവർക്കായാലും നമുക്കായാലും ഒന്ന് അടിച്ച് തെളിച്ച് കുളിച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടല്ലേ. അതുപോലെ തന്നെയാണ് മെഷീൻ്റെ കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ നമ്മളെ വകയുള്ള ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി മെഷീൻ്റെ വകയുള്ള ഡീപ്പ് ക്ലീനിങ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണ്, ടബ് ക്ലീനാണ്. അപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീനിൽ ടബ് ക്ലീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അത് വരും. അതുപോലെ തന്നെ ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ മന്ത്ലി വൺസ് അത്രയും വാഷിങ്ങിലൂടെ എടുത്തു കഴിഞ്ഞാലൊക്കെ ഇതിൽ ടബ് ക്ലീൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അതല്ലാത്ത വാഷിംഗ് മെഷീനിൽ നമുക്ക് ഇതുപോലെ മാനുവലി ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഡിറ്റർജൻറ്റിൻ്റെ ഏരിയയിൽ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ സോഫ്റ്റ്നർ യൂസ് ചെയ്യുന്ന ഏരിയയിൽ ഇതുപോലെ വിനാഗിരിയും യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒരു ഫുൾ സൈക്കിൾ മാക്സിമം വെള്ളത്തിൽ മാക്സിമം സൈക്കിൾ എത്രത്തോളമാണോ നിങ്ങൾ ആ ഒരു വാഷിംഗ് മെഷീൻ്റെ മാക്സിമം ആ ഒരു സൈക്കിൾ റൺ ചെയ്യിക്കുക. അതാണ് ആ ഒരു ടബ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ടബ് ക്ലീനിങ് ഓപ്ഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ തന്നെ യൂസ് ചെയ്യുക. ഇനി ഇതുപോലെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് സ്കെയിൽ ഗോൺ എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ കമ്പനീൻ്റെ ആ ഒരു ഡീസ്കെയിലിംഗ് ആയിട്ടുള്ള ആ ഒരു പൗഡർ കിട്ടും. അത് യൂസ് ചെയ്തിട്ട് ചെയ്താലും മതി. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനലിൽ പോയിട്ട് വേറെയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ.